ഹലോ, മൈസെൽഫ് അഞ്ജനാസൻ. ഈ വീഡിയോ കാണുന്ന ഒരു 2-3 പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ MBBS പഠിച്ചുകൊണ്ടിരിക്കുക ഉസ്ബെക്കിസ്ഥാനിൽ. ഇവിടെ ഞാൻ തഷ്കന്തിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഒരു സെമ്മ് കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് സെമ്മ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചാനൽ വീട്ടിൽ നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. ഡോഗ് വൈബ്സ് ബൈ അഞ്ജന എന്ന പേരിലായിട്ട് ഒരു 5 മാസത്തോളമായിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഞാൻ അതിനകത്ത് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഫുള്ള് മിനി വ്ളോഗായിട്ട് ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറ്. ഞാൻ വീട്ടിൽ നിന്ന് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും കറൻ്റ്ലി ഇപ്പോൾ അപ്ലോഡൊക്കെ ചെയ്യാറുണ്ട്, പക്ഷേ മിനി വ്ളോഗായിരിക്കും. മെയിൻ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി നമുക്കിവിടെ പ്രത്യേകിച്ച് കണ്ടൻറ്റ് അങ്ങനെ ഞാൻ ഉണ്ടാക്കാറില്ല. കാരണം മെയിനായിട്ട് എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് ഇഷ്ടമല്ല അറിയൂല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്നത്. അതിൻ്റെ എല്ലാ പോരായ്മയും ഈ വീഡിയോയിൽ കാണും. എന്താണെന്നറിയത്തില്ല, ഒരു ഓക്വേർഡ് ഫീൽ അടിക്കുന്നു. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹോസ്റ്റലിൻ്റെ വാതിക്കലാണ്, ഗ്രൗണ്ടിൽ. എല്ലാവരും ഇതുവഴി പോകുന്നുണ്ട്, ഞാൻ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഞാൻ മൈൻഡാക്കുന്നില്ല. ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു വലിയ ഏരിയ ഉണ്ട് പൈൻമരമായിട്ട്. ഇവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, സൂര്യൻ്റെ ഓപ്പോസിറ്റ്. എന്നാലും നമുക്ക് കുറച്ചെങ്കിലും നല്ലോണം ചൂടടിക്കത്തുള്ളൂ. പിന്നെ ഇത് നമ്മളുടെ ടർഫ്, ഇത് നമ്മളുടെ മെയിൻ ഏരിയ ആണ്. ഹട്ട്, ഇവിടെ 4 ഹട്ടുണ്ട്. അവിടെ വന്ന് നമ്മൾ എല്ലാവരും ഇരിക്കും, പഠിക്കാനൊക്കെ ഇരിക്കും. അല്ലാതെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഇവിടെയാണ്. പണ്ട് ഞാൻ സ്ഥിരം ഹട്ടി വന്നിരുന്നിട്ടാണ് ഈ ഷോർട്സ് വീഡിയോക്കൊക്കെ വോയിസ് കൊടുത്തോണ്ടിരുന്നത്. പക്ഷേ ആ തണുപ്പ് മഞ്ഞ് വീണ ടൈമൊക്കെ ആയപ്പോൾ ഒട്ടും നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല മഞ്ഞായതുകൊണ്ട് കിടുകിടാന്ന് പറഞ്ഞ് ഞാൻ വിറച്ചോണ്ടിരിക്കും. അങ്ങനെ എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയി. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ് കുറച്ചൊക്കെ ലാഗ് ആയിക്കൊണ്ടിരുന്നത് എൻ്റെ വീഡിയോ. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നല്ല. ഇന്നലെയും ഞാനിങ്ങനെ ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്നും പറഞ്ഞ് ഇങ്ങനെ സെറ്റായിട്ടെല്ലാം ഇരുന്ന് കഴിഞ്ഞ് രാവിലെ എണ്ണിച്ചപ്പോൾ എൻ്റെ തൊണ്ട വീണ്ടും പോയി. എന്താണെന്നറിയത്തില്ല, വീണ്ടും അടഞ്ഞു. പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് മൂക്കടഞ്ഞില്ല. മൂക്കടഞ്ഞ ഇങ്ങനെ സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വേറൊരു ഒച്ചയായിരിക്കും. തൊണ്ട അടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒച്ച, അല്ലെങ്കിൽ വേറെ ഒച്ച. അങ്ങനെ പല ഒച്ചയാണ്. പക്ഷേ ഒന്നും മൈൻഡ് ആക്കണ്ട. ഇന്ന് എന്താ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇഫ്താർ ടൈമാണല്ലോ. ഇഫ്താർ പെരുന്നാൾ വരാൻ പോവാണ്. കറക്റ്റ് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച ഞായറാഴ്ച പെരുന്നാളാണ്. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലാസ്സുകാർ മാത്രം നമ്മൾ നോമ്പ് തുറ വെച്ചിട്ടില്ല. ബാക്കി എല്ലാ ഗ്രൂപ്പും ഒരു നോമ്പ് തുറയായി, ഫുഡ് ഐറ്റംസായി, ആറ് പരിപാടി എല്ലാം കഴിഞ്ഞു. നമ്മളുടെ ഗ്രൂപ്പ് മാത്രം ഇന്ന് വെക്കാം നാളെ വെക്കാമെന്ന് പറഞ്ഞ് നീണ്ട് വരുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു വന്നാൽ നമ്മളുടെ നോമ്പ് തുറ ഒരു വലിയൊരു ഇതാക്കി വ്ളോഗ് പോലെ അപ്ലോഡ് ചെയ്യാനൊക്കെ വലിയ വിചാരിച്ചിട്ട് നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ഇട്ടു. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ പ്ലാൻ ഇട്ടപ്പോൾ നമുക്ക് ക്ലാസ്സിലാന്ന് പറഞ്ഞാൽ റഷ്യൻ ടീച്ചർ നമുക്ക് ഇന്ന് റഷ്യൻ ക്ലാസ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റഷ്യൻ ക്ലാസ്സിന് പോയിട്ട് വന്നിരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ വെയിലത്തിരുന്ന് ഇൻട്രോ അടിക്കുന്നത്. വെയിലെന്നല്ല, കറക്റ്റ് ഞാൻ സണ്ണിൻ്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. എനിക്ക് തണുത്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോട്ടെല്ലാം എടുത്തിട്ടാണ് ഞാൻ വന്നത്, അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അതിട്ടുകൊണ്ട് പറഞ്ഞ ഒരു മെനു ആവത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കോട്ടൊക്കെ ഊരിട്ട് വെയിലത്ത് നോക്കിയിട്ട് ഇങ്ങനെ സൺകിസ്റ്റ് ഇൻട്രോ കൊടുക്കുന്നത്. അത് ഇൻട്രോ കുറച്ച് ലോങ് ആയിരിക്കും, കാരണം ഞാൻ ഇന്നേ വരെ ലോങ് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ. അതിൻ്റെ എല്ലാ ഇതും കാണും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. അപ്പം അത് ഒരു വീഡിയോ പോലെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കാണാം. ബൈ. ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല. ബസ് സ്റ്റോപ്പ് ഇതാണോ? എവിടെ നിന്ന് കിട്ടിയതാ? നമ്മൾ പുറത്തോട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ കുറച്ച് പേരിരുന്ന് വോട്ട് ചെയ്യുന്നതിന് 20,000 കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഷോപ്പിങ്ങിനുള്ള ഫണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ATM എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഫണ്ട് എടുത്തിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. പൈസ ഒക്കെ നമ്മൾ എടുത്തു. ഇനി അത് നമ്മൾ ചില്ലറയാക്കാൻ പോകണം. ഇവിടെ നമുക്ക് പൈസ എടുക്കാൻ നേരത്ത് അത് 1 lakh 2 lakh എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുന്നത്. ഇത് ഇനി നമ്മളത് 50,000 10,000 ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാർക്കറ്റിൽ കൊടുത്താൽ മതി. ചില്ലറയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചപ്പം 10,000 20,000 ഒക്കെ ആയിരുന്നു. ഒരുത്ത് പോയിട്ട് മൊത്തം 5,000 കൊണ്ടുവന്നിട്ടുണ്ട്. തോന്നിക്കുന്നു മാങ്ങി മൊത്തം എണ്ണി തീർത്താലേ ഇനി നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് കോർസിംഗയിലോട്ടാണ്. കോർസിംഗയിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഓയിലും വാങ്ങാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കോർസിംഗയിൽ പോണത്. ബാക്കിയുള്ളവരെല്ലാം കുറേ തവണ പോയതുകൊണ്ട് ഇവർക്ക് കോർസിംഗ എവിടെയാണെന്ന് അറിയാം. പക്ഷേ എനിക്കറിയത്തില്ല. ഇവിടെ വേറെ 2 കോർസിംഗ ഉണ്ട്. എനിക്കിവിടെ കോർസിംഗ എവിടെയാണെന്ന് അറിയത്തില്ല. ഇവിടെ 2 കോർസിംഗ ഉണ്ട്. ഒന്ന് വരുന്നത് ബെറൂണിയിലാണ്. ബെറൂണിയിൽ ബസ് കയറി പോകണമുണ്ട്. നമ്മൾ നേരെ പോകുന്നത് നടന്നിട്ട് പോവാണ്. എത്ര നേരം നടക്കണമെന്ന് അറിയത്തില്ല. ആ വഴിക്ക് അങ്ങ് പോവാണ്. ലാസ്റ്റ് നമ്മൾ കോർസിംഗ എവിടെയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. റൂമിലുള്ള 2 ആൾക്കാരും കൂടെ വരാനുണ്ട്. പക്ഷെ അവർ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് എന്തോ ഉള്ളതെന്ന് പോയി നോക്കിയിട്ട് വരാം. കായ്സ് ഇത്രയും നേരം ഞങ്ങൾ വരാനില്ല എന്ന് പറഞ്ഞ് 2 പേരാണ് നിൽക്കുന്നത്. ഇവരെപ്പോൾ വന്നെന്ന് പോലും നമ്മൾ കണ്ടില്ല.
അതെ അതെ. നമ്മുടെ 9B ഇഫ്താർ ഷോപ്പിംഗ് പച്ചക്കറി ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നോമ്പിനുള്ള ഈന്തപ്പഴമാണ് നമ്മളിപ്പോ വാങ്ങിച്ചോണ്ടിരുന്നത്. പച്ചക്കറിയൊക്കെ ഫോണിൽ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഓറഞ്ച് ഈ ലിസ്റ്റിലുള്ള ഇത്രയാണ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. ഓറഞ്ച്, ആപ്പിൾ എല്ലാം ഈ കുർസിങ്കിൽ കിട്ടുന്നതായിരിക്കും. കണ്ടില്ലേ, എല്ലാം ഇവിടെ ഉണ്ട്. സ്ട്രോബെറി, മുന്തിരി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വെജിറ്റബിൾ ഷോപ്പിലാണ് പോകാൻ പോകുന്നത്. നമ്മളങ്ങനെ മിഠായി സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സും വാങ്ങാനാണ് വന്നത്. പക്ഷെ നമ്മൾ മാറി, സെക്ഷൻ ഒന്ന് മാറി. കണ്ടില്ലേ? എടാ അത് എടുക്കടാ. എടാ ഒരേപോലെ ഇല്ലേ കാണാനായിട്ട്. കണ്ണാടിയുടെ കുറവ് മാത്രമേ ഉള്ള കൊച്ചിന്. ഫ്രൂട്ട്സ് വാങ്ങാനാ വന്നത്. വായിക്ക്. എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. നമ്മൾ ഇന്ന് രാവിലെ റഷ്യൻ ക്ലാസ്സിന് പോയിട്ടാണല്ലോ വന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ റഷ്യൻ കുറച്ച് ആൽഫബറ്റ്സ് കണ്ട് വായിക്കാൻ വേണ്ടിയിട്ട് അറിയാം. അങ്ങനെ ഈ ഇവിടെ എഴുതിയിരിക്കുന്ന മിഠായിക്കകത്തെല്ലാം റഷ്യനാണ് ഉള്ളത്. അപ്പോൾ ഇരുന്ന് വായിച്ച് കളിക്കുകയാണ് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നിട്ട്. നമ്മൾ ബില്ലെല്ലാം അടിച്ച് അടുത്ത ഷോപ്പിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനി നമുക്ക് അടുത്ത കടയിലോട്ടാണ് പോകേണ്ടത്. ഇതാ പോണ് രണ്ടുപേര്, ഇതാ പോണ് ബാക്കിയുള്ളവർ. അവരെങ്ങോട്ടോ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കട ലക്ഷ്യമാക്കി നടക്കാം. നമ്മളങ്ങനെ തിരിച്ച് അടുത്ത ഷോപ്പിലോട്ട് പോകണം. ഇവിടെ ടഫിൽ കുറേ പിള്ളേരിങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള രണ്ടുപേരാണ് ഇപ്പോൾ പുറത്തോട്ട് പോയത്. നമ്മളങ്ങനെ ഇവിടുത്തെ പറഞ്ഞത് അങ്ങനെ കോഴ്സിംഗേന്ന് ഇറങ്ങി. ഇനി നമുക്ക് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോകാം. അപ്പം നമുക്ക് ഇനി പച്ചക്കറി കട വെച്ചാണ്. അങ്ങനെ പച്ചക്കറി കടയിൽ പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് ചിക്കൻ ഷോപ്പിലാണ്. നമ്മൾ വന്ന് നിൽക്കുന്നത്. പറയൂ ചിക്കൻ ഷോപ്പിങ്ങിലാണ് നമ്മൾ. ചിക്കൻ ഒക്കെ വാങ്ങിച്ച് 3000 കോഴീനെ ഇട്ട് പീഡിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരെ കോൾഗേറ്റിലാണ് പോകുന്നത്. കോൾഗേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് പച്ചക്കറി കടയുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് മൈദ കടയുള്ളത്. നമ്മൾ മയോണൈസിനും മുട്ട ബജിക്കൊക്കെ ഉള്ള മുട്ട സെറ്റാക്കുകയാണ്. കോഴിയിൽ നിന്നാണ് വരുന്നത്. മുട്ട അടിച്ചു മാറ്റുന്നു. മുട്ട അടിച്ചു മാറ്റുന്നു. കോൾഗേറ്റിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് പച്ചക്കറി കടയുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാം. നമുക്ക് ഇവിടുന്ന് പച്ചക്കറിയൊക്കെ എടുക്കാം. പച്ചക്കറി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെയാണ് വേണ്ടത്. പച്ചക്കറിയായിട്ട് നമ്മളിങ്ങനെ ഇപ്പൊ പച്ചക്കറി വാങ്ങുന്ന കടയിലാണ്. പച്ചക്കറി വാങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മാഗി ക്യൂബൊക്കെ വാങ്ങാൻ വേണ്ടി പോകാനായിട്ട്. ഇവിടെ ഇപ്പൊ നമ്മൾ ഫുൾ അലമ്പായിട്ടുണ്ട്. ആ കടയിൽ നിന്ന് ചാടുന്നു, ഈ കടയിൽ നിന്ന് ചാടുന്നു, ഫുള്ള് മിക്സ്ഡ് ആയി പോകുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നു. നേരത്തെ നിങ്ങളെ കിട്ടിയില്ല. എവിടെ പോവാ? നിങ്ങൾ എന്തുണ്ടാക്കാൻ പോവാ? നമ്മളിപ്പോൾ പച്ചക്കറി വാങ്ങുന്ന കടയുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ഓപ്പോസിറ്റ് കടയിൽ നിന്ന് മുട്ടയും അരിയെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പുറത്തെ പച്ചക്കറി വാങ്ങാൻ വന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫുള്ള് കൊളാശായിട്ടുണ്ട്. കുറച്ച് പേരൊന്നും കാണുന്നില്ല, എവിടേക്കോ പോയിട്ടുണ്ട്. കുറച്ച് പേര് ഇവിടെ തന്നെയുണ്ട്, കുറച്ച് പേര് വേറെ ഇവിടെ പോയി. ഇനി നമുക്ക് സത്യത്തിൽ മൈദയും അതുപോലെ തന്നെ മാഗി ക്യൂബും കൂടെ വാങ്ങിച്ചാൽ നമ്മളുടെ ഷോപ്പിംഗ് പരിപാടി വരും. പിന്നെ ഉള്ള എല്ലാം നാളത്തേക്ക്. അടുത്ത മാഗി ക്യൂബൊക്കെ വാങ്ങാൻ വേണ്ടി വേറൊരു കടയിൽ പോവാണ്. ക്യൂബിൻ്റെ കൈ കിട്ടണം. മാഗി ക്യൂബ്, മൈദ, പഞ്ചസാര എല്ലാം നമ്മൾ ഈ കടയിൽ സെറ്റ് ആക്കും. അത്രേ ഉള്ളൂ. മൈദ വേണോ?
പ്രസവിച്ചതാണ് അങ്ങനെ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വന്നിട്ടുണ്ട്. ശ്രേയ എന്തെങ്കിലും വികലംബിച്ചിരിക്കുന്നേ? എന്തിന് പിക്കളിമ്പിച്ചോ? വികലംബിച്ച് വിജലംബിച്ച്. വിജലംബിച്ച്. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രംസ് വാങ്ങാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ നമുക്ക് ബ്രെഡ് ക്രംസ് നമ്മൾ 7000 രൂപ വാങ്ങാൻ ചെന്നപ്പോൾ അവർ നമുക്ക് ഇച്ചിരിയേ തന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി വേറെ കടയിൽ പോയിട്ട് ബ്രെഡ് വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ഇനി ഹവാസിലോട്ടാണ് പോകണം. എന്നിട്ട് അപ്പം നമ്മുടെ ഹവാസിൽ നമുക്ക് ഇതൊക്കെ കാണുന്നതായിരിക്കും. പ്ലേറ്റും കപ്പും നമ്മളിപ്പോൾ പോകുന്നത് പ്ലേറ്റും കപ്പും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ് ബൈ 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 ബൈ. ഇവരുടെ ഓവർ. ഇനി ഇവര് നേരെ റൂമിൽ പോട്ടെ, നമുക്ക് അടുത്തത് പോവാം. ഗൈസ് പോവാന്ന് പറഞ്ഞിട്ട് ഇതോ പോണ്. നാളെ ഇല്ലാത്തോള് എടപ്പോണ് അറിയിട്ടുണ്ട്. ഷന പകരം വേറെ അതിനെ പിടിച്ചു. അലൻ കുട്ടികളെ കൊണ്ട് പോണു. ഷനയുടെ മുട്ട വിരിഞ്ഞു, അത് വലുതായിട്ടുണ്ട്. അലന്റെ കയ്യില് വേറൊരു മിനിയേച്ചർ കുഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ഈ റോഡ് കിടക്കാൻ 2ാമത്തെ തവണയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ സാധനം വാങ്ങിച്ച് നമ്മൾ അപ്പുറത്ത് പോയി, അപ്പുറത്തുനിന്ന് വീണ്ടും ഇവിടെ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടി ഇപ്പുറത്തോട്ട് വന്ന് ഇനി നമ്മൾ വേണ്ടി ഇങ്ങോട്ടേക്ക് പോവാണ്. സത്യത്തിൽ നമ്മൾ കപ്പും പ്ലേറ്റും വാങ്ങാൻ വേണ്ടി ഹവാസിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. ഈ കടയിൽ നമുക്ക് വലിയ വലിയ പ്ലേറ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഹനൂഫാണ് ഈ കടയിലോട്ട് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ കടയിൽ വല്ലതും ഉണ്ടോ. ഇതാണ് എൻ്റെ സാമ്രാജ്യം. ഇവിടെ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേറ്റ് ഒന്നും ഇവിടെ ഞാൻ കാണുന്നില്ല. നമ്മളിപ്പോൾ ഫുള്ള് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഇവിടുന്ന് പ്ലേറ്റ് എടുക്കാൻ വന്നപ്പോൾ ഇവിടെ നമുക്ക് കട്ട് ഫ്രൂട്ട്സിനുള്ള പ്ലേറ്റ് കിട്ടി. പക്ഷേ നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് വേണം. ഇവിടെ അത് വേണോ? അതിനകത്ത് ഇരിക്കും മന്തിയാന്ന് ഓർത്തോണോ? പ്ലേറ്റ് വാങ്ങിച്ചു. ഇതാണ് ഓണർ ഇത് റിഷാൻ. നമ്മൾ ദൂരെയുള്ള കോഴ്സിൻ്റെ പോകുന്നു പറഞ്ഞ് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വന്നതാണ്. ഐലൈനർ ഐഷാഡോ ഒക്കെ ഇട്ടിട്ട് വന്നു. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ ഈ ഇട്ടാൻ പറ്റത്തുന്ന സാധനം വാങ്ങാൻ പറഞ്ഞത്. ഗൈസ് നമ്മളുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോകാൻ പോകണം. നമ്മളങ്ങനെ നമ്മുടെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കോക്കോളയും അതുപോലെ തന്നെ സ്പ്രൈറ്റ് വാങ്ങാനുണ്ട്. അത് പക്ഷെ നമ്മൾ നാളെ വാങ്ങത്തുള്ളൂ. ഹലോ, തോരുത് ബൈ ബൈ. എന്നെ ഇട്ടിട്ട് എല്ലാവരും പോയി ഗൈസ്. ഞാനൊന്ന് പൂച്ചനെ കണ്ടപ്പോൾ അവിടെ ഒന്ന് സ്റ്റക്കായതാണ്. പക്ഷേ എന്നെ ഇട്ടിട്ട് എല്ലാവരും പോയി. നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഹോസ്റ്റലിൻ്റെ അകത്ത് കയറാൻ പോകണം. ബാക്കി കണ്ടിന്യൂസ് വീഡിയോ ഞാൻ നാളെ ഇടാം. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഹോസ്റ്റലിലെ ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നാളെ സംഭവിക്കുന്നുള്ളത് ഞാൻ നാളെ ഇടാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിനി പോയിട്ട് നമ്മളുടെ ഈ പച്ചക്കറികളും അതും ഇതെല്ലാം കൊണ്ട് അടുക്കി വെക്കാനുണ്ട്. പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. കാരണം നാളെ ചിലർ നോമ്പെടുത്തിട്ടുണ്ടായിരിക്കും, നോമ്പെടുക്കാത്തവരുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം നമ്മൾ നാളെ കുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുക്കിംഗ് വീഡിയോ എല്ലാം നാളത്തെ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. സൈനിങ് ഓഫ്. അപ്പോൾ നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കൊള്ളാമെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിലും പറയാം. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.